ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ എൻ്റെ ദുബായ് അബുദാബി ട്രിപ്പിൽ കണ്ട ഒരു സ്ഥലത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അൽസിഫ് ദുബായ്. ഇത് അവർ ആർട്ടിഫിഷ്യലായിട്ടൊരു പുരാതന നഗരം, പുരാതന ഒരു കച്ചവട കേന്ദ്രം അവരുണ്ടാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കനാലിൻ്റെ തീരത്താണ്. ഈ കനാലും ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ കനാലിൻ്റെ ഇക്കര നിന്നാൽ നമ്മൾ ഈ അൽസിഫ് ദുബായ്, അതേസമയത്ത് ഇക്കര നിന്ന് അക്കരയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് പുതിയ ദുബായ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അവരുടെ ഭരണകർത്താക്കളുടെ ഉദ്ദേശം, ഞങ്ങൾ പണ്ട് ഈ ദുബായ് പണ്ട് എങ്ങനെ ഇരുന്നു, അവരുടെ കച്ചവട കേന്ദ്രങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി അവരുണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന വഴി മറക്കുന്നവരല്ല എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി അവരുണ്ടാക്കി വച്ചിരിക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇത് തുടക്കം തന്നെ ഗോൾഡൻ ഊദ് എന്ന് പറയുന്ന ഒരു ഊത് കടയാണ്. ഈ ഊത് എന്ന് പറയുന്നത് അറബികളുടെ ഒരു വില കൂടിയ സുഗന്ധദ്രവ്യമാണ്. അപ്പോൾ അത് ഇങ്ങനെ കാണുന്നുവെങ്കിലും അത് നിസ്സാരക്കാരനല്ല, ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഊത് കടയുടെ എൻഡിൽ കൂടെ നമ്മൾ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മാൻമെയ്ഡ് കനാലിൻ്റെ അടുത്തെത്തും. ഈ കനാലിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ കനാലിൻ്റെ അക്കരയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂ ദുബായ് ആണ്, ഈ കാണുന്നതാണ് ന്യൂ ദുബായ്. അപ്പോൾ ഇവിടെയൊക്കെ വെച്ച് നമ്മുടെ മലയാളം പടങ്ങൾ 2-3 പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പോലും. ഞാൻ അവിടെ ചെന്നപ്പോഴിങ്ങനെ അവിടെയുള്ളവരൊക്കെ പറഞ്ഞതാണ്, 2-3 പടങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഊതുകട നിൽക്കുന്നത് അൽസിഫ് ദുബായിലാണ്. ഇത് അക്കര ന്യൂ ദുബായ്. ഇപ്പം നമ്മൾ അൽസിഫ് ദുബായിലോട്ട് കടന്നിരിക്കും. ഇതിന് വിശാലമായ നടപ്പാത അതിൻ്റെ 2 സൈഡിലുമാണ് ഈ കച്ചവടങ്ങൾ. പലതരം കച്ചവടങ്ങളുണ്ട്, ഇഷ്ടംപോലെ തുണിക്കടകൾ. ഈ കാണുന്നതെല്ലാം തുണിക്കടകളാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്തത്, ഈ ആളുകൾ വിസിറ്റേഴ്സ് ഇതിലെ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടെങ്കിലും ആരും ഒന്നും മേടിക്കുന്നതായിട്ട് അധികം കണ്ടില്ല. അതുപോലെ റെസ്റ്റോറൻറ്റുകൾ, ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇച്ചിരി ചിലവ് കൂടുതലാണെന്ന് തോന്നുന്നു. ഈ സാധാരണ ഉള്ള ദുബായിലുള്ളതിനേക്കാൾ ഇച്ചിരി റെസ്റ്റോറൻറ്റിലൊക്കെ വില കൂടുതലാണെന്ന് തോന്നുന്നു. തുണിക്കടകളാണ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ അവരുടെ ഭിത്തി ഈ കടകളുടെയൊക്കെ ഭിത്തി വരെ എന്തോ പഴയ മെറ്റീരിയൽ കൊണ്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ പൊട്ടലുകൾ ഭിത്തിയിലുള്ള പൊട്ടലുകൾ പോലും അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. ഒന്നിലും വലിയ ആളുകളൊന്നുമില്ല. അതെല്ലാം നമുക്ക് അല്ലെങ്കിലും കഴിക്കാനും പറ്റത്തില്ല. എല്ലാം ഒരു അറബ് സ്റ്റൈലിലെ ഭക്ഷണങ്ങളാണ്. ഈ നടപ്പാതയുടെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്.
ഇത് എന്നാണ് കാർപ്പറ്റ് ഗാലറി. ഇത് കാർപ്പറ്റ് ഗാലറി. ഇതൊക്കെ ഈ സ്പൈസസിൻ്റെ കടകളാണ്. സുഗന്ധദ്രവ്യങ്ങൾ അല്ല, ഈ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന സ്പൈസസ്, അതിൻ്റെ കടകളാണ്. ഒരു കാപ്പി ഉണ്ടാക്കുന്ന അവിടെ ആ മണ്ണിൻ്റെ അടിയിൽ എന്തോ തീയുടെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. നല്ലപോലെ ഈ മണ്ണ് വളരെ ചൂടായി കിടക്കണം. അതിൽ ആ കാപ്പിയുടെ ഇത് വെക്കും. കാപ്പിയുടെ മഗ് വെച്ചിട്ട് എന്നാണ് ഓട്ടുപാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് കാപ്പി പ്രിപ്പയർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഇടും. കുറച്ച് കഴിയുമ്പോൾ കാപ്പി തിളക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുരാവസ്തു കടയാണെന്ന് തോന്നുന്നു. പുരാവസ്തു സാധനങ്ങൾ ഇപ്പോൾ വേറെ രാജ്യത്തിൻ്റെയൊക്കെ പഴയ കോയിനുകളൊക്കെ നമുക്ക് അവിടെ നിന്ന്, അതിൽ താല്പര്യമുള്ളവർക്ക് അതൊരു ഇഷ്ട കടയായിരിക്കും. നമ്മളെ ഒരു ദുഃഖിപ്പിക്കുന്ന കാര്യം ആരും ഒന്നും ഈ കടയിൽ കയറി ഒന്നും മേടിക്കുന്നതായിട്ട് കാണുന്നില്ല. നടപ്പാതയിൽ ഇവർ ചിലയിടത്ത് ഈ ടൈൽസ് എന്നാണ് തറയോട് മാറ്റിയിട്ട് അവിടെ ചില ചെറിയ മരങ്ങളും പഴയ കട്ടിലും ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ട് ഉള്ള ദുബായിക്കാരെങ്ങനെ ഇരുന്നു അതുപോലെയൊക്കെയുള്ള സംഗതികൾ അവിടെ റെഡിയാക്കി ഇട്ടിരിക്കുക. അപ്പോൾ നമ്മൾ നടന്ന് ഈ അൽസിഫ് ദുബായിയുടെ അങ്ങേയറ്റത്തെത്തിയിട്ട് അപ്പോഴും നമ്മൾ ഈ കനാലിൻ്റെ തീരത്താണ് എത്തുന്നത്. ആ കനാലിൻ്റെ തീരത്ത് നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം പുതിയ ദുബായിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇക്കരയിൽ നമുക്ക് അക്കരക്ക് പോവാം. ഈ ബോട്ടുകളിലൊക്കെ ആളുകൾ പാട്ടുമൊക്കെ ഇട്ടുണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ഇതിൽ പാട്ടുമൊക്കെ ഇട്ടുണ്ട് അവർ കറങ്ങി നടക്കും. നമ്മുടെ എന്നാണ് ഈ കുട്ടനാട് ബോട്ടുണ്ടല്ലോ, ഈ ഹൗസ് ബോട്ടിലൊക്കെ കറങ്ങി നടക്കുന്ന പോലെ അവിടെയും കറങ്ങി നടക്കും. അപ്പം ഞങ്ങളിത് ഈ കൊച്ചു ബോട്ടിൽ കയറി അക്കരക്ക് പോകാൻ പോവുകയാണ്. അക്കരക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ മലയാളി ചായക്കടകളാണ്. അക്കരെ നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോഴേ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് മലയാളി ചായക്കടകളാണ്.
മലയാളി ചായക്കട എന്ന് പറയാൻ കാര്യം ഇതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവരെല്ലാം മലയാളമാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ ചില്ലറമാരിൽ സമോസ, ഏത്തക്കാപ്പം, മീറ്റ് റോള് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വലിയ കൂടുതലല്ല. നമ്മുടെ ഇവിടുത്തെ ഒരു ഏത്തക്കാപ്പത്തിൻ്റെ ഇരട്ടി അത്രേ വരത്തുള്ളൂ. അല്ലാതെ ഭയങ്കര ഒരു നമ്മളെ ഞെട്ടിക്കുന്ന വിലയൊന്നും വരത്തില്ല. ചായക്കും അതുപോലെ തന്നെ അവർ അവിടെ ഞങ്ങളോട് ചായക്ക് മേടിച്ചത് ഒരു ദറം എന്ന് പറയുമ്പോൾ 20 രൂപ. നമ്മളിവിടെ 10 രൂപ മിനിമം കൊടുക്കേണ്ടി വരും ഒരു ചായക്ക്. ഇതൊക്കെ ദുബായ് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവർ അവരുടെ ഒരെണ്ണമാണ് ഈ ബോട്ട് ട്രിപ്പ്. അത് 3 മണിക്കൂറൊക്കെ അവർ കറക്റ്റ് നടക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ ആ ബോട്ടേ കയറി എന്ന് പറഞ്ഞാൽ കാറിക്കര കിടക്കുകയാണല്ലോ. അപ്പോൾ ബോട്ടേ കയറി ഇക്കരക്ക് വന്ന് അൽസിഫ് ദുബായിയുടെ അകത്ത് വന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുരാവസ്തു കടയാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ കാറിൽ കയറി തിരിച്ചു പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ശബരിമലയിലൊക്കെ പോകുമ്പോൾ പന്തളത്തൊക്കെ ഒന്ന് പോയിട്ട് പോവുക, അങ്ങനെ ഒരു ആചാരം ഉണ്ടല്ലോ. അല്ലെങ്കിൽ എരുമേലിയിലൊന്ന് പോയിട്ട് വരിക എന്ന രീതിയിൽ ദുബായിൽ ടൂറിസ്റ്റായിട്ട് വരുന്നവർ ഈ അൽസിഫ് ദുബായിൽ ഒന്ന് പോയിട്ട് പോകാറുണ്ട്. അപ്പോൾ അൽസിഫ് ദുബായിൽ പോവുക എന്നുള്ളത് ഒരു ആചാരമാണ്. പിന്നെ ഇത്രയൊക്കെ കാണാനുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളൊന്നും അവിടെ ഇല്ല. പിന്നെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കൊടുക്കണ്ട. അൽസിഫ് ദുബായിലൊന്ന് കറങ്ങിയിട്ട് വരാനായിട്ട് നമ്മൾ അവിടെ ആയിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമുക്ക് അൽസിഫ് ദുബായിനെ പറ്റി പറയാൻ. അവർ ആ പഴമ ലോകത്തിനെ പണ്ടുണ്ടായിരുന്ന ദുബായ് ലോകത്തിനെ കാണിക്കാനായിട്ട് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ പഴമ മറക്കുന്നവരല്ല എന്ന് ലോകത്തിനെ കാണിക്കാനായിട്ട് വേണ്ടി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പഴയ ദുബായിയാണ് അൽസിഫ് ദുബായ്. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ അടുത്ത വീഡിയോ ഒരു പള്ളീനെ പറ്റിയാണ്, അബുദാബിയിലുള്ള ഒരു പള്ളിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കാണാം, അത് അടുത്ത ആഴ്ച. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.